ഒരുപാട് വാഗ്ദാനങ്ങൾ കണ്ടുണ്ട്. ഒരുപാട് ശുശ്രൂഷകളുടെയും ഒരുപാട് ജ്ഞാനങ്ങൾ പോയപ്പോഴൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ കിടക്കുന്നുണ്ട്. ഉണ്ടോ? അതോ അതെനിക്ക് മാത്രമേ ഉള്ളൂ? വാഗ്ദാനങ്ങൾ ഉള്ളത് എനിക്ക് മാത്രമേ ഉള്ളൂ? സ്വർഗത്തിന്റെ വലിയൊരു പ്രവൃത്തി അവന്റെ കണ്ടുകൊണ്ടിരിക്കെ തന്നെ അവൻ ഈ ഭൂമിയിലെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈശോയുടെ അടുത്ത് മോശയും ഏലിയായും കടന്നുവന്ന് ആ സ്വർഗത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രോസ് പറയുന്നുണ്ട്, കർത്താവേ, നമുക്ക് ഇവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം. എവിടെയാണ്? ഈ ഭൂമിയിൽ തന്നെ. അവരുടെ ചിന്ത, അവരുടെ മനസ്സ് അപ്പോഴും പാകപ്പെട്ടിട്ടില്ല. സ്വർഗത്തിൻ്റെതാണ് താനെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഹൃദയപൂർവ്വമായി സമർപ്പിച്ചിട്ടില്ല. നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ നിറവേറാനായിട്ട് സാധിക്കാത്ത രീതിയിൽ കർത്താവിന്റെ പ്രവൃത്തികൾ നിഷ്ഫലമായി തീരുന്നു. ഞാനിവിടെ പൂർണ്ണമായിട്ട് കർത്താവിനെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായ സമർപ്പണം. അതിനകത്ത് മറ്റൊരു വിധത്തിലുള്ള ചിന്തകളും കടന്നു വരാൻ പാടില്ല. അമ്മ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തന്റെ മുറിവിട്ട് പുറത്തേക്ക് പോകുന്നത്. മുറിവിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എപ്പോഴാണ് കൊണ്ടുപോകുന്നത്, ആ സമയത്ത് യോസേപ്പ് പിതാവ് അമ്മ ഇരുന്ന് അതേ സ്ഥലത്ത് പോയി. എന്തിനാണ്? യോസേപ്പ് പിതാവ് കണ്ടിട്ടുണ്ട്, പല തവണ കണ്ടിട്ടുണ്ട്, അമ്മ ഇരുന്ന സ്ഥലത്ത് സ്വർഗീയ വെളിച്ചം കടന്നു വരുന്നു, സ്വർഗത്തിന് വലിയ ശക്തി കടന്നു വരുന്നത് യോസേപ്പ് പിതാവ് കണ്ടിട്ടുണ്ട്. യോസേപ്പ് പിതാവ് കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ആ സ്വർഗീയമായിട്ടുള്ള അനുഭൂതി തനിക്ക് വേണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെയാണ് ആ സ്ഥലത്തിൽ പോയിരിക്കുന്നത്. ആ സ്ഥലത്ത് പോയി പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, മോശ തന്റെ ജനത്തെ നയിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട് കർത്താവ് പറയുമ്പോൾ മോശ പറയുന്നത്, കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടതാണ്. ഇസ്രായേൽ ജനമാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടത്. ഈ ഇസ്രായേൽ ജനം ഒരാള് പോലും കാനാൻ ദേശത്തേക്ക് കടന്നില്ല. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെ പോകുന്ന മനസ്സ്, കർത്താവിന്റെ പ്രവൃത്തികൾ കാണാത്ത നമ്മുടെ ജീവിതം, അത് നമുക്ക് നഷ്ടപ്പെടുത്തുന്നത് വലിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ ധ്യാനത്തിൽ വെച്ച് എന്റെ ജീവിതം പൂർണ്ണമായും കർത്താവ് ഏറ്റെടുത്തുകൊണ്ട് നവീകരിച്ചുകൊണ്ട് എനിക്കും എന്റെ ജീവിത പങ്കാളിയും മക്കൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും കർത്താവിന്റെ മാത്രമായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ മനസ്സോടുകൂടി, പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി കർത്താവിന്റെ തിരുസന്നിധിയിൽ ഒരു നിമിഷം ഒരു കണ്ണടച്ച്, കർത്താവേ, ഞാൻ എന്നെ പൂർണ്ണമായി വിട്ടുതരുന്നു. ഈ നിമിഷം വരെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ ആയിരിക്കുന്നത് പോലെ അല്ല. ഈ നിമിഷം കർത്താവേ, നിന്റെ വലിയ ശക്തി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എന്റെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എന്റെ കുടുംബാംഗങ്ങൾ, കർത്താവേ, അവർ ഒരാളും നശിച്ചു പോകാതെ, എന്റെ തലമുറകൾ നശിച്ചു പോകാതെ പൂർണ്ണമായി അങ്ങയുടെ മാത്രമായി തീരുവാൻ കർത്താവേ, എന്റെ കുടുംബത്തെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. എന്റെ തലമുറകളെ പൂർണ്ണമായി ഏറ്റെടുക്കണമേ. കർത്താവ് തിരുസന്നിധിയിൽ അവയെല്ലാം പൂർണ്ണമായി കർത്താവ് തിരുസന്നിധിയിൽ നിമിഷം സമർപ്പിക്കാം. ഇനി നീ അവരുടെ
യേശുവേ നീ മാത്രമാണ് എനിക്കുള്ളത്. എന്റെ മുമ്പിൽ നീ മാത്രമാണ് കർത്താവുള്ളത്. കർത്താവേ, കുടുംബ സമാധാനമില്ലാത്ത 11 കുടുംബങ്ങളിലേക്ക് കർത്താവ് അഭിമാനം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന 11 കുടുംബങ്ങളിലേക്ക് കർത്താവ് ഈ സമയത്ത് കർത്താവ് സ്ഥാനത്ത് ഇറങ്ങി വരുന്നത് മക്കളുടെ ജീവിതം വഴികളിൽ പോകുന്ന വേദനിക്കുന്ന കുടുംബങ്ങളെ അമ്മമാരെ ജീവിതം മരിച്ചുപോയ ലോകത്ത് ഇപ്പോഴും വേദനിക്കുന്ന മക്കളിലേക്ക് കർത്താവ് ആശ്വാസം നൽകുന്നുണ്ട്. ജീവിതം മരിച്ചുപോയവരോട് വേദനിക്കുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന ജീവിതപങ്കാളിയോട് വേദനിക്കുന്ന മക്കളോട് ദീക്ഷ പറയുന്നുണ്ട്. കർത്താവ് ആ കുഞ്ഞുങ്ങളിലേക്ക് ആ കുടുംബങ്ങളിലേക്ക് അത് 2 കുടുംബങ്ങളാണ് ദീക്ഷ നടത്തിയത്. ആ 2 കുടുംബങ്ങളിലേക്ക് കർത്താവ് വലിയ ആശ്വാസം നൽകുന്നതിനായിട്ട് ആ ഒരു ബന്ധനത്തിന്റെ മേഖലകൾ വിട്ടുപോകുന്നതിനായിട്ട് കർത്താവ് കാണിച്ചിട്ടുണ്ട്. എത്ര അധ്വാനിച്ചിട്ട് എന്റെ കടങ്ങൾ തീരുന്നില്ല, ശൂന്യതയുള്ളൂ. ആ ഒരു വേദന കഴിയുന്ന ഒരു കുടുംബത്തെ കർത്താവ് പൂർണ്ണമായിട്ടും വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്വന്തമായി സ്ഥലമില്ലാത്ത വീട് വെക്കാൻ സ്വന്തമായി സ്ഥലമില്ലാത്ത ഒരു കുടുംബത്തിന് കർത്താവ് അവിടെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവിന്റെ ശക്തി പൂർണ്ണമായി സ്വീകരിക്കുക. 50 ലക്ഷത്തോളം രൂപ കടമുള്ള 45 മുതൽ 50 ലക്ഷത്തോളം രൂപ കടമുള്ള ഒരു കുടുംബത്തിലേക്ക് കർത്താവ് ഈ സമയത്ത് കർത്താവ് കടന്നുവരുന്നുണ്ട്. കർത്താവ് സ്ഥാനത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും എന്റെ മകൻ നേരെയാവുന്നില്ല, എന്ത് പറഞ്ഞിട്ടും എന്റെ മകൻ നേരെയാവുന്നില്ല, എനിക്ക് അവൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, അവൻ വിശ്വാസമില്ലാത്ത ജീവിതത്തിലേക്ക് പോകുന്നു. കർത്താവ് ആ മകനെ സ്പർശിക്കുന്ന അരീക്ഷ കാണിച്ചിട്ടുണ്ട്. ത്രേസ്യാമെന്ന് പറഞ്ഞൊരു മകളെ കർത്താവ് ഈശോ ഈ നിമിഷം സ്പർശിക്കുന്ന അരീക്ഷ കാണിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവമായ നമ്മുടെ ഇടയിലേക്ക് വിളിച്ചു വെക്കാം. അവിടുത്തെ കാരുണ്യം സ്നേഹവും ഈ നിമിഷം
അനുഭവിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഒരു സ്പർശിക്കരെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വരാൻ വേണ്ടി ചന്ദ്രനെ ഒരുമിച്ച് പാടാം. Praise the Lord.
കരങ്ങൾ ചെറുതാണ്. ഈ ദേശത്ത് ഫലം ലഭിക്കാതെ പോകുന്ന അവസ്ഥയുണ്ടായ മഹാമാരികൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന നിമിഷങ്ങളുണ്ടായ നിങ്ങളെ തന്നെ ഇടപെടുത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്ന നിമിഷത്തിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് ദൈവം തന്റെ കൃപകൾ ചെയ്യുകയും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഉത്തരം നൽകുവാൻ തയ്യാറായിരിക്കുന്ന ദൈവത്തിന്റെ തിരുമുമ്പിൽ നമ്മെ തന്നെ ഏകപ്പെടുത്തുവാൻ തയ്യാറാകുമ്പോൾ ദൈവം തന്റെ കൃപകൾ നമ്മുടെ മേൽ ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ സാധിക്കുകയില്ല, കാരണം ദാവീദിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ പറയുകയാണ്, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാനോ ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് മേഖലകളാണ്, അടഞ്ഞുപോയ മേഖലകൾ, അതൊക്കെ തുറക്കുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സന്ദേശങ്ങളുണ്ട്. ഈ സന്ദേശങ്ങളൊക്കെ സാധ്യമാക്കുവാൻ പോവുകയാണ് കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്റെ കൃപയും
വേണ്ടിയുള്ള ഈ ദിവസങ്ങളൊക്കെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി മാറ്റുക. അടഞ്ഞുപോയ നിങ്ങളുടെ വാതിലുകളൊക്കെ തുറക്കുവാനായിട്ട് ദൈവം തീരുമാനിച്ചാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ തന്നെ പുറപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മേഘം കൂടാരം പോലെ അവരുടെ മേൽ വന്നു നിൽക്കുമ്പോൾ ആ മേഘത്തിനുള്ളിലായിരിക്കണം. മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെട്ടിരുന്നു. അതൊരു അടയാളമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടാണ് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് എപ്പോൾ ഒരു കാര്യം തുടങ്ങണം, എപ്പോൾ ഒരു കാര്യം അവസാനിക്കണം, എപ്പോൾ എങ്ങോട്ട് പോകണം, ഏത് രീതിയിൽ സഞ്ചരിക്കണമെന്ന് അവർക്ക് വളരെ വ്യക്തതയുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വ്യക്തത നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ധ്യാനങ്ങളായാലും പ്രാർത്ഥനകളായാലും നമുക്ക് ദൈവം നൽകുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ കാണുന്ന 3 കാര്യങ്ങളാണ്. ചിലവര് വാതിലുകൾ അടഞ്ഞുപോയവരാണ്. ചിലവരുടെ ജീവിതത്തിലെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ചിലവരുടെ ജീവിതത്തിലെ വാതിലുകൾ അടച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലവരുടെ വാതിലുകൾ അടഞ്ഞുപോയതാണ്. ചിലവരുടെ ജീവിതത്തിന്റെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിലവരുടെ ജീവിതത്തിലെ വാതിലുകൾ ലോക്കിട്ട് വീഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ തുറക്കുവാൻ ഞാൻ തന്നെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ തുറക്കാൻ ഞാൻ തന്നെ വേണം. അതുകൊണ്ടാണ് കർത്താവ് പറയുക, ഞാൻ തുറന്നാൽ അടയ്ക്കുവാൻ സാധ്യത. അവിടെ മറ്റൊരു ദിവസം 1-ാം അധ്യായം വളരെ വ്യക്തമായിട്ട് പറയും. നമ്മുടെ ജീവിതത്തിന്റെ വാതിലുകളൊക്കെ തുറക്കുവാനായിട്ട് തയ്യാറായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരുടെ കൈവത്തില്ലേ? ആർക്കൊക്കെ ജീവിതത്തിന്റെ വാതിൽ അടഞ്ഞുപോയി എങ്കിൽ അത് തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള കൈയ്യെന്ന് സൂചിച്ച് പ്രാർത്ഥിച്ച് എന്റെ വീടിന്റെ വാതിൽ തുറക്കണമെന്നാണ് ജീവിതത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. 17 വർഷം വിദേശത്തായിരുന്നു ഗൾഫിൽ. അദ്ദേഹം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അദ്ദേഹത്തെ വിദേശത്തേക്ക് വിടാം. ആവശ്യത്തിന് സമ്പാദിച്ചു. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് വന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ താളമെല്ലാം തെറ്റി. തനിക്കുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ ഭാര്യയുടെയും മക്കളുടെയും പേരിലായിപ്പോയി. തന്നെ വീട്ടിൽ കയറ്റാത്ത അവസ്ഥയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമ്പാദിച്ചതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ പറയുകയാണ്, എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ. ഒരു ചായ കുടിക്കണമെങ്കിലും ഭാര്യയിലേക്ക് ചോദിക്കേണ്ട അവസ്ഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു. ജീവിതത്തിൻ്റെ വാതിലുകളാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഭാര്യയും മക്കളും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, എന്താ ഇരിക്കുന്ന മുഖമെല്ലാം പാടിയിരിക്കുന്നതോ, എന്തോ അസ്വസ്ഥതയുണ്ടല്ലോ. അപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, ഞാനുണ്ടാക്കിയ വീട്ടിൽ നിന്ന് എനിക്ക് കയറുവാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ വിഷമിക്കേണ്ട, നീ എൻ്റെ കൂടെ വരെ. എനിക്കൊരു വീട് ഒഴിഞ്ഞു കിടക്കുന്ന, നീ അവിടെ നിന്ന് താമസിക്കും. ആ മനുഷ്യൻ അവിടെ പോയി. അദ്ദേഹം പറയുകയാണ്, ഏകദേശം 6 മാസത്തോളം അദ്ദേഹം അവിടെ ജീവിച്ചു. അതിനുശേഷം അദ്ദേഹം വീണ്ടും വിദേശത്തേക്ക് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ഇരുന്നിട്ട് പറയുന്നൊരു സംഭവമുണ്ട്. ആരൊക്കെ കൈവിടാൻ
കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവത്തിന്റെ കൈയിൽ പിടിച്ചാണ് ഞാൻ ഇപ്പോൾ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം നമുക്കൊക്കെ ആവശ്യമാണ്. ആരൊക്കെ കൈവിട്ടാലും കൈവിടാത്ത ഒരു ദൈവത്തിന്റെ കൈപിടിച്ചാണ് ഞാൻ നടക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ അവിടെ മേൽ വർഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുനരുദ്ധ ചാൾസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. അദ്ദേഹത്തിന് 3 കമ്പനി എന്ന് പറയുന്ന ടൈൽസ്, അതുപോലെ തന്നെ കമ്പി, സിമന്റ്, ഇതെല്ലാം കിട്ടുന്ന 3 ആര്യങ്കാവ് മുതൽ കോട്ടയം വരെയുള്ള 3 സ്ഥലത്തുകളിൽ 3 സ്ഥലത്താണ്. പെട്ടെന്നൊരു തകർച്ച വന്ന അദ്ദേഹത്തിൻ്റെ ഒരു കട കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു. അദ്ദേഹം പറയാം, അന്ന് വരെ ഞാൻ ദൈവത്തോടൊരു ആലോചനയും ചോദിച്ചിട്ടില്ല ഒന്നും ചെയ്യാൻ. തേവള്ളി പാലത്തിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് അച്ഛൻ അതിലെ നടന്നു പോകുന്നത്. ഞാൻ ആരും പറയാൻ ആത്മഹത്യ ചെയ്യണമെന്ന് അച്ഛൻ അതിലെ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടു. പള്ളിയുടെ മുറ്റത്ത് ഒരിക്കലും പ്രേരണ തോന്നി ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് വന്നതാണ്. അദ്ദേഹം അന്ന് വന്നപ്പോൾ പറഞ്ഞ കാര്യം ഇങ്ങോട്ട് പറഞ്ഞ അച്ഛനോടൊന്ന് സംസാരിക്കും. ഞങ്ങളുടെ വരാം. എൻ്റെ മുമ്പിൽ വന്നിരുന്ന അദ്ദേഹം പൊട്ടിക്കായി മാന്യനായ ഒരു മനുഷ്യൻ, കണ്ടാൽ ഒരു കുറവും ഉണ്ടെന്ന് തോന്നാത്ത സാഹചര്യം ഉള്ള മനുഷ്യനാണെന്ന് നമുക്ക് പെട്ടെന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞു, ഇപ്പോൾ അച്ഛനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പാലത്തിൽ വെച്ചാൽ, ഇപ്പോൾ അച്ഛനെ ഞാൻ കണ്ടില്ലായിരുന്നു ഈ പാലത്തിൽ ഞാൻ ചാടി. ഞാൻ അദ്ദേഹത്തിനോട് അത്രയും പറയുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ദുർബലമെന്ന് അച്ഛനറിയാമോ? എനിക്ക് ഒത്തിരി അച്ഛന്മാരെ സുഹൃത്തുക്കളാണ്. കുന്നൂർ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കാലായാലും ഒക്കെ ഒരുപാട് അച്ഛന്മാരുമായിട്ട് സുഹൃത്താണ്. സുഹൃത്തുക്കളായ അച്ഛന്മാരുടെ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരോട് ആരോടും എനിക്കൊന്നും പറയാൻ പറ്റുന്നത് എൻ്റെ തകർച്ചയുടെ ആഴം വളരെ വലുതാണ്. ഈ ചാൾസ അദ്ദേഹത്തെ കുറേ നേരം കരങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു വചനമാണ്, ഞാൻ അടച്ചാലാർക്കും തുറക്കുവാനും ഞാൻ തുറന്നാലാർക്കും അടയ്ക്കുവാനോ സാധ്യമല്ലാത്ത കർത്താവിനെ ഞാൻ അറിഞ്ഞു. ആ കർത്താവാണ് എൻ്റെ വാതിലുകളെല്ലാം തുറന്നിടുന്നത്. ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ കാരുണ്യവാനായ കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷകനോ, അങ്ങാണ് എൻ്റെ വഴി നടത്തുന്നതെന്നോ, എൻ്റെ അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും തുറക്കുവാൻ കഴിവുള്ളവൻ അങ്ങാണെന്ന് ഞാൻ അറിയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശയെക്കുറിച്ച് പറയാം. ഒരു ജനതയെ മുഴുവൻ ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യനാണ്. ഫറവോ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലുവാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പദ്ധതി വേറെയായി. കൊല്ലാൻ കൽപ്പിച്ചവന്റെ വീട്ടിൽ വളർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികൾ നമ്മൾ അറിയും. നമ്മുടെ ചെറുതും വഴി അടഞ്ഞു പോയി, ഇങ്ങനെ പോയി, എങ്ങനെ പോയി, എങ്ങനെ പോയി. പക്ഷേ വഴി അടഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ തിരിച്ചറിവാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. മോശ രാജാവിന്റെ വീട്ടിൽ വളർന്നുകൊണ്ട് അവൻ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട അവൻ വളർന്നു. പിന്നീട് അവനൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. രണ്ടുപേരെ കൊല്ലുന്നു. ദൈവം വിളിക്കാത്ത സമയത്ത് അവൻ ഇടപെടുന്നു. അവന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അവൻ ഓടിപ്പോകുന്നു. പിന്നീട് അവനെ ദൈവം തിരിച്ചു വിളിക്കുന്നു. അവൻ വിജ്ഞനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. വിജ്ഞനായ ഞാൻ ഇങ്ങനെയാണ് രാജാവിന്റെ മുമ്പിൽ എന്റെ ജനത്തെ ആരാധിക്കുവാനായി വിടണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നുവെന്ന് പറയുവാൻ സാധിക്കുക. ഹല്ലേലൂയ. 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 ദൈവം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് നമ്മളോട് രാജാവിന്റെ പുസ്തകത്തിൽ ഏലിയയെ കുറിച്ച് പറയുന്നത് ഏലിയ പറയുന്നത് കർത്താവെ ഞാനൊക്കെ യെസബൽ രാജ്ഞിയെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ആരും എൻ്റെ കൂടെയില്ല. എന്നെ അങ്ങ് കൊന്നു കളയണമേ. നോക്കുന്നില്ല, മക്കളെന്നെ നോക്കുന്നില്ല, സഹായിക്കാൻ ആരുമില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് ക്യാൻസറാണ്. ഇപ്പോൾ ആർക്കും എന്നെ വേണ്ട. ഇപ്പോൾ ആർക്കും എന്നെ വേണ്ട. ആരും എന്നെ നോക്കുന്നില്ല. എനിക്കൊരു പുതിയ വാങ്ങിച്ചു തരാനുള്ള കാര്യമില്ല. ആർക്കും എന്നെ വേണ്ട. അതേപോലെ കർത്താവേ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. യെസബൽ എന്നെ കൊല്ലാനായി ഞാൻ ഓടി ഓടി വെള്ളവും അവളെ വെച്ചിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. 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 അവനോട് പറഞ്ഞു, ഈ അപ്പവും വെള്ളവും നീ കഴിക്കുകയും കുടിക്കുകയും ചെയ്ത് ശക്തി പ്രാപിക്കുക. ഹല്ലേലൂയ. 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 ഏലിയ ആ അപ്പവും തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് വീണ്ടും കിടന്നതാണ്. രണ്ടാമതും ദൈവം അവനെ തട്ടിപ്പിടിച്ചിട്ടവന് അവിടെ നിന്ന് ഓർമ്മയിലേക്ക് പോകുന്നു. അവിടെ അവൻ എത്തുന്നു. അവിടെയും അവന് കാക്ക ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വഴികളാണ് നമ്മൾ തീർന്നു, നമ്മൾ ഇല്ലാതായി എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്തുനിന്ന് ദൈവം തുടങ്ങാൻ ആരംഭിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തീർന്നു എന്ന് നമ്മൾ കരുതുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിൽ പറയുന്നത്, പെരുവെള്ളത്തിലൂടെ വഴിയിൽ പെട്ടുന്നവനാണ് നിന്റെ ദൈവം എന്ന തിരിച്ചറിവിലുണ്ടാകണം. ഹല്ലേലൂയ. പെരുവെള്ളത്തിൽ വഴി പെട്ടുന്നവനാണ് നിന്റെ ദൈവം. മരുഭൂമിയിൽ നിനക്കായി നദി ഒഴുക്കുന്നവനാണ് നിന്റെ ദൈവം. 49-ാമത്തെ അധ്യായത്തിൽ യെശയ്യാപ്രവാചകൻ പറയുന്നത്, മലകൾക്കിടയിലൂടെ നിനക്ക് വഴിയൊരുക്കുന്നവനാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ. ബൈബിൾ ആരുടെയും കണ്ടോ? കേൾക്കാവോ? 78-ാം സങ്കീർത്തനമാണ്. 78-ാം സങ്കീർത്തനം എടുത്താൽ നാളെ മുതലൊക്കെ ബൈബിൾ കൊണ്ടുവരണം കേട്ടോ. ബൈബിൾ കൊണ്ടുവന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ വായിച്ചൊക്കെ നോക്കാം. 78-ാം സങ്കീർത്തനത്തിൽ 17-ാമത്തെ 20-ാമത്തെ വാക്യം വായിച്ചു. അവിടുന്ന് പാറയിൽ അടിച്ചു, ജലം പൊട്ടി ഒഴുകി, നീർച്ചാലുകൾ കവിഞ്ഞു. എന്നാൽ ജനത്തിന് അപ്പവും മാംസവും നൽകാൻ അവിടുത്തേക്ക് കഴിയുമോ? ഇത് കേട്ട് കർത്താവ് ക്രുദ്ധനായി. യാക്കോബിന്റെ നേരെ അഗ്നി ജ്വലിച്ചു, ഇസ്രായേലിന്റെ നേരെ കോപം ഉയർന്നു. എന്തെന്നാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ രക്ഷാകര ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തില്ല. കർത്താവ് പാറവിളർത്തിയവർക്ക് വെള്ളം നൽകി, ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന പൊടിപോലെ അവർക്ക് മഞ്ഞ ഒഴുകുകയും ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ കാടപ്പക്ഷിയെ നൽകുകയും ചെയ്തു. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. ഹല്ലേലൂയ. 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 നിങ്ങൾ 26-ാമത്തെ വാക്യം വായിച്ച് 28, 26. അവിടുന്ന് ആകാശത്തിന് കീഴിൽ കാറ്റടിപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ അവിടുന്ന് തെക്കൻ കാറ്റിനെ തുറന്നുവിട്ടു. അവിടുന്ന് അവരുടെ മേൽ പൊടി പോലെ മാംസത്തെയും കടൽ തീരത്തെ മണൽത്തരി പോലെ പക്ഷികളെയും വർഷിച്ചു. അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റിലും അവയെ പൊഴിച്ചു. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നുകൊണ്ട് അവർ മഞ്ഞ ഒഴുകുകയും അവരെ ഭക്ഷിക്കണം. അവര് ആവശ്യത്തിന് ഭക്ഷിച്ചു.
ഒരു ദിവസത്തേക്ക് മാത്രമേ ഭക്ഷിക്കാൻ പറഞ്ഞുള്ളൂ, കളക്ട് ചെയ്യാൻ പറഞ്ഞുള്ളൂ. പക്ഷെ അവര് ആർത്തി കൊണ്ട് ഒരുപാട് കളക്ട് ചെയ്ത് ചാക്കുകളും കുട്ടകളും എല്ലാം ശേഖരിച്ചു. പക്ഷെ അതെല്ലാം പുഴുക്കളായി മാറി അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളത് തക്ക സമയത്ത് നൽകുന്ന ഒരു ദൈവമാണ് നീ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിന്റെ മേൽ കടന്നു വന്നതിനെ ഗ്രഹിക്കും. പ്രവാചകൻ പറയുകയാണ്, മരുഭൂമിയിൽ നദിയൊഴുക്കിക്കൊണ്ട് നിന്നെ സംരക്ഷിക്കുന്നത്. സമുദ്രത്തിലൂടെ നീ നടന്നുപോയാൽ നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നീ നടന്നുപോയാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല. വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് നാം വിളിക്കുമ്പോഴൊക്കെ നമുക്ക് സമീപസ്ഥനാകുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ദൈവമാണ് നമുക്കുള്ളത്. അത്രത്തോളം ശ്രേഷ്ഠരാണ് നാം ഇപ്പോൾ സമീപസ്ഥനാകുന്നത്. പിടിച്ചേ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ സമീപസ്ഥനാകുന്ന നല്ല ദൈവമേ, നിന്റെ സാമീപ്യം ഇന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ലഭിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നിന്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാം അറിയാവുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചോദ്യം പെട്ടെന്ന് ഉത്തരവാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ ഇസഹാക്കിന്റെ രണ്ട് മക്കളിൽ ഒരാളാണ്, ഏശാവും യാക്കോബ്. ഏശാവ് മൂത്ത മകനെന്നും യാക്കോബ് ഇളയ മകനെന്നും അറിയപ്പെടുന്നത്. പക്ഷെ അവൻ കഴിയുടെ അവകാശം തെറ്റുകളായി. രണ്ടാമതായി അവൻ അനുഗ്രഹവും ഒരു കപ്പ് പായസത്തിന് വേണ്ടി കഴിയുടെ അവകാശം തെറ്റുകളായതുപോലെ തന്നെ താൻ പിതാവിന് നായാട്ടിറച്ചി എടുക്കുവാൻ പോയപ്പോൾ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇറച്ചിയുണ്ടാക്കി അപ്പൻ്റെ പോയി അനുഗ്രഹം വാങ്ങിച്ചവരാണ് യാക്കോബ്. ഹല്ലേലൂയ. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ചതിയൻ. എന്താണ്? ചതിയൻ എന്നാണ് യാക്കോബിന്റെ പേരിന്റെ അർത്ഥം. യാക്കോബ് അമ്മയോട് പറയുന്നത്, അമ്മയാണ് ഈ ചതിയിൽ കൂടുതൽ. ചില അമ്മമാരെ കാണാറോ അല്ലേ? ഇഷ്ടമുള്ള മകന് എന്ത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും. അപ്പൻ്റെ കള്ളം പറയും, ജ്യേഷ്ഠൻ്റെ കള്ളം പറയും. പലപ്പോഴും സഹോദരികൾക്കോ ചിലപ്പോൾ ഓഹരിയും മറ്റവർക്ക് കിട്ടാൻ വേണ്ടി തന്ത്രങ്ങൾ പണിയും. ഇതെല്ലാം ഈ യാക്കോബിൻ്റെ അമ്മയും ചെയ്യും. റാഹേൽ എന്ന് പറയുന്ന അമ്മ യാക്കോബിനോട് പറയുന്നുണ്ട്, നിന്റെ ജ്യേഷ്ഠനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് നീ അപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ നിനക്ക് ഞാൻ ഇറച്ചി ഉണ്ടാക്കി തരാം. ആ ഇറച്ചിയുമായി നീ പോലെ അനുഗ്രഹമാണ്. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, ഏശാവിൻ്റെ സ്വരം അപ്പനറിയാം, അവൻ്റെ ശരീരത്തിൽ തൊട്ടാലും അറിയാം. കാരണം രോമങ്ങൾ കൂടുതലുള്ളതാണ്. അനുഗ്രഹത്തിന് പകരം ശാപം ഞാൻ കേൾക്കണം, അനുഗ്രഹത്തിന് പകരം ഞാൻ ശാപം കേൾക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, ആ ശാപം എനിക്കിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശാപം എനിക്കിരിക്കട്ടെ.
നമുക്ക് 26-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. അവൾ പറഞ്ഞ ആ വാക്ക് അവൾക്ക് ഫലിക്കുന്നു. ഏശാവിൻ്റെ ഭാര്യമാര് അമ്മയെ കൂടുതലായി. ഞാൻ പറഞ്ഞു വന്നത് യാക്കോബിനെ കുറിച്ചാണ്. ഈ യാക്കോബ് ഈ അനുഗ്രഹം തട്ടിയെടുത്തതിന് ശേഷം യാക്കോബ് ബർശബയിലുള്ള ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിയൊരിടത്തിറങ്ങി രാത്രി അവൻ ചെലവഴിക്കും. അവൻ പറയുകയാണ്, ഞാൻ കേട്ടേക്കാം. അതുപോലെ യാക്കോബ് ഇങ്ങനെ പറയുകയാണ്, ദൈവമേ ആരുമില്ല സാധിക്കും, ഞാൻ കേട്ടേക്കാം. അവൻ നിന്നൊരു കല്ലെടുത്ത് വെച്ച് കറങ്ങുകയാണ്. അന്ന് ഒരു പട്ടണത്തിലുള്ളവരാണ്. ജ്യേഷ്ഠനെ കൊല്ലാൻ ആഗ്രഹിക്കും. അപ്പൻ്റെ ശാപം അനുഗ്രഹത്തിന് ഒരു ശാപമാകുമെന്നുള്ള ഭയം. യാക്കോബ് കല്ലെടുത്ത് വെച്ചിട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുന്നു. ഒരു വലിയ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്ക് ഞാൻ നൽകും. ഞാൻ നിന്നെ കാത്ത് രക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നിന്നെ കാത്ത് രക്ഷിക്കും. വലതുകൈ പിടിച്ച് ഏറ്റു പറഞ്ഞേ, കർത്താവേ അങ്ങ് എന്റെ കൂടെയുണ്ട്. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ കാത്ത് രക്ഷിക്കുന്ന ദൈവമാണ് അങ്ങെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് യാക്കോബ് ഉറക്കത്തിൽ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഒരിക്കലും പറയരുത്. ഹല്ലേലൂയ. നീ നിന്റെ വീടിനെ സ്നേഹിക്കണം. നീ ഇതുപോലെ പറയണം, തീർച്ചയായും കർത്താവ് ഈ ഭവനത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വീടിനെ ഒന്ന് കണ്ടേ, ചുറ്റുപാടുകളെ കണ്ടേ, എന്നിട്ട് പറഞ്ഞേ, തീർച്ചയായും കർത്താവ് എൻ്റെ ഭവനത്തിലുണ്ട്. ഈ ഭവനം കർത്താവ് എനിക്ക് വസിക്കാനായി തന്നതാണ്. തീർച്ചയായും കർത്താവ് എൻ്റെ ഭവനത്തിലുണ്ട്. ആസ്വദിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, 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 ഞങ്ങളുടെ ഭവനത്തെ എല്ലാം അനുഗ്രഹിക്കണം. എല്ലാ തളർച്ചകളും അസ്വസ്ഥമാക്കണം. ഹൃദയ അഭിഷേകാന്തരിക്കണം. ശക്തിപ്പെടുത്തണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Praise the Lord.